പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വെള്ളിയാഴ്ച പകൽ ദൈവസന്നിധിയിൽ നമുക്ക് ദൈവകഥാവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ചില വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവാത്മാ നമ്മളെ സഹായിച്ച കൃപകൾക്കായ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്ന കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തു നാമത്തിലെ സ്നേഹവന്ദനം അറിയിക്കുന്ന പ്രത്യേകമായ ദൈവസഭയെ ആത്മാവിന്റെ നിയോഗത്താൽ നയിക്കുന്ന കർത്തദാസൻ ജോണിക്കുടി പാസ്റ്ററും കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ യോഹന്നാനെക്കുറിച്ച് പറയുന്ന ഒരു വാക്യമാണ് ലൂക്കോസ് സുവിശേഷം എടുത്ത് വായിക്കേണ്ട, പറയുന്നത് സ്തോത്രം, ഒരുക്കമുള്ള ജനത്തെ ഒരുക്കുവാൻ വേണ്ടി ദൈവം തന്നെ അവനെ അയച്ചു. ഒരുക്കമുള്ള ജനത്തെ ഒരുക്കുവാൻ വേണ്ടിയാണ് ദൈവം അവനെ അയച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവദാസന്മാർക്ക് കർത്താവ് നൽകിയ അതേ ഒരു ദൗത്യമാണ്. ഒരുക്കമുള്ള ജനമാണ്, പക്ഷേ ഒന്നും കൂടെ ഒന്ന് ഒരുക്കുവാൻ, വിവാഹത്തിന് വേണ്ടി ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സഹോദരൻ അവർ ഒരുങ്ങി നിൽക്കുന്നതാണെങ്കിലും സൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും സാരി കൊടുത്തിട്ടുണ്ടെങ്കിലും വീണ്ടും വന്ന് അപ്പനോ അമ്മയോ അല്ലെങ്കിൽ ചേട്ടന്മാരോ അനിയന്മാരോ ചേച്ചിമാരോ എല്ലാവരും വന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ടിപ്പാക്കി കൊടുക്കും. ഒരുങ്ങിയിരിക്കുകയാണ്, പക്ഷേ അവരൊന്നും കൂടി ഒന്ന് ശരിയാക്കി കൊടുക്കും. പൂവുണ്ടെങ്കിൽ റോസ് ഇപ്പോഴത്തെ കാലത്ത് എനിക്കറിയില്ല, കുറച്ച് നാളായി വിവാഹ ശുശ്രൂഷകളൊക്കെ പങ്കെടുത്തിട്ട്. എന്നാൽ ഒരു കാലത്ത് റോസൊക്കെ കുത്തുമായിരുന്നു, റോസ്. അപ്പോൾ അത് നേരെയാണ് ഇരിക്കുന്നത്, അത് കുത്തി കൊടുക്കും, അങ്ങനെ പല കാര്യം ചെയ്യും. അപ്പോൾ ഒരുക്കമുള്ള ജനമാണ്, പക്ഷെ ഒന്നും കൂടെ നമ്മളെ ഒരുക്കാൻ വേണ്ടിയാണ് ദേവദാസന്മാർക്ക് ശുശ്രൂഷ നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു. ഈ സഭയിൽ ആദ്യമായിട്ട് ആണ് ഞാൻ വരുന്നത്. സ്തോത്രം. ഇവിടത്തേക്ക് ആയിട്ട് വന്നല്ല, നെല്ലിക്കാല IPC സഭയിൽ പോയപ്പോൾ അവിടെ പൂട്ടിയിരിക്കുന്നു. അവർ വീടുകളിൽ ഇന്നത്തെ കാലത്ത് അങ്ങനെ ആലയം ഉണ്ടെങ്കിലും വീടുകളിൽ പ്രാർത്ഥന നടത്താറുണ്ടല്ലോ, അതായത് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അവിടുന്ന് പിന്നെ പെട്ടെന്ന് ഈ ഇവിടുത്തെ കാര്യം ബോഡി 1-2 വട്ടം ഇവിടുത്തെ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വരാമെന്ന് ചിന്തിച്ച് ഇനി ഇവിടെ വന്നാലും പൂട്ടിയിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പിന്നീട് കാര്യം അത് കർത്താവ് നോക്കിക്കൊള്ളുമല്ലോ. സോ ഇപ്പോൾ വന്നപ്പോൾ ഇവിടെ ശബ്ദം കേട്ട് പങ്കെടുക്കുവാൻ കർത്താവിന് സാവകാശനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് പോകാൻ വേണ്ടി, അതുകൊണ്ട് ഞാൻ പാസ്റ്ററോട് ചോദിച്ചു പ്രാർത്ഥിച്ചോളം പറഞ്ഞു. പക്ഷേ പ്രാർത്ഥിച്ചതിൻ്റെ പിന്നെ അല്പം സമയം കൂടി തരുമെന്ന് ചിന്തിച്ചില്ല. കർത്താവ് നമ്മളെ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഞാൻ അവിടെ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ ഇന്ന് അതുകൊണ്ട് വേഷം ഇങ്ങനെ ഇട്ടാണ് സാറിന് വെള്ളം ഇടുന്നത്, മാത്രമല്ല ഹാഫ് സ്ലീവ് ബനിയനും ഫുൾ സ്ലീവ് ഇടാറുള്ളൂ. പക്ഷേ ശുശ്രൂഷിക്കേണ്ട എന്ന് വിചാരിച്ച് വെള്ള ഷർട്ട് ഇട്ടുമില്ല. കാരണം അവിടെ പരിചയമുണ്ട്, പാസ്റ്ററും സഭയും പരിചയമുണ്ട്. സ്തോത്രം. പാസ്റ്റർ സമയം തന്നാൽ ഇന്ന് സമയം എടുക്കേണ്ട, അവിടെ ബൈബിൾ ക്ലാസ് എടുക്കാറുണ്ട്. 1 കൊരിന്ത്യർ ലേഖനത്തിൻ്റെ ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പാസ്റ്റർ. അപ്പോൾ അതുകൊണ്ട് അതന്നെ കുറച്ചാണ് എൻ്റെ സമയം കുറച്ച് അത് കുറച്ചുകൂടി കേൾക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ അത് അവിടെ സംഭവിച്ചില്ല. സ്തോത്രം. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ശുശ്രൂഷിക്ക് വരുന്നുള്ള ഒരു സാവകാശം ലഭിക്കുമെന്ന് വിചാരിച്ചില്ല. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാനിവിടെ ജംഗ്ഷനിൽ ഇറങ്ങി ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ദൈവം ഓർപ്പിച്ചൊരു കാര്യമാണ്. ഞാനത് ഇവിടെ ഈ തെക്കേമേല വന്നിട്ട് ഞങ്ങളൊരു 10 മാസമായി, ഞാനും ഭാര്യയും ഞങ്ങൾ 2 പേരേ ഉള്ളൂ. മക്കളില്ല, 21 വർഷമായി മക്കളില്ല. സുവിശേഷ വേലയ്ക്ക് ഒരു കുറവുമില്ല, ദൈവ സ്നേഹത്തോട് കുറവില്ല, കർത്താവിന് കൃപയ്ക്ക് ഒരു കുറവില്ല. മക്കളില്ല എന്ന കുറവ് അത് ഞങ്ങൾക്ക് വിഷയമില്ല. പക്ഷെ ചിലടത്ത് പോകുമ്പോഴത്തേക്കും അത് അവർ വിഷയമാക്കി എടുക്കും, പ്രാർത്ഥിക്കും ഒക്കെ ചെയ്യും. ഞങ്ങൾക്കേ വിഷയമില്ല. മക്കളില്ലാതെ അങ്ങോട്ട് പോയ കർത്താവിന് വിഷയം, തരുന്ന ദാനം കർത്താവാണല്ലോ. പക്ഷെ ഏൽപ്പിച്ചൊരു വിശ്വാസമുണ്ട്, ഏൽപ്പിച്ച പ്രത്യാശയുണ്ട്, ഏൽപ്പിച്ച ശുശ്രൂഷ. ഞങ്ങളുടെ ബന്ധത്തിൽ ഞങ്ങൾ ശുശ്രൂഷക്കാരായതുകൊണ്ട് ശുശ്രൂഷ അത് തികയ്ക്കണം എന്നേ ഉള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പുള്ളിക്കാരത്തി കാരമ്പയിൽ ചർച്ചക്കോണ്ട് സഭയിൽ അവിടെ കുറച്ച് നാളായി പോയിട്ട്, അപ്പോൾ അവിടെ പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വിളിക്കും, എന്താ വരാത്തെന്ന്. അപ്പോൾ ആ ഒരു പരിഭവം തീർക്കാൻ വേണ്ടി പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയി. ഞാനിവിടെ അങ്ങോട്ട് IPCയിൽ പോകാൻ വേണ്ടി ചിന്തിച്ചപ്പോഴാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിത്തീർത്തത്. എന്നാലും കർത്താവ് സകലവും അതും നന്മയ്ക്കായി ഞാൻ ചെയ്യുന്ന ദൈവത്തിന് പ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുന്നത്. ഞാൻ ദൈവാത്മാവ് ഓർപ്പിച്ചത് സ്തോത്രം AGയുടെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, പക്ഷേ എത്ര പേർക്ക് മനസ്സിലായെന്ന് അറിയില്ല. ഈ കഴിഞ്ഞ വർഷം 1 വർഷമായി AGക്ക് പ്രയർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഞാൻ AGക്കാരനല്ല. സ്തോത്രം. എന്നാൽ ഞാൻ ആകുന്നു. സ്തോത്രം. പക്ഷേ AGക്കാരനല്ല എന്നും പറഞ്ഞ് ഏജിൻ്റെ കാര്യങ്ങൾ പറയേണ്ട എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നുണ്ട്.
സഭകൾ, കാരണം സഭക്കാർക്ക് പോലും പല കാര്യം അറിയില്ല. ഇതിൽ ഈ ഒരു കാര്യം, വേറെ കാര്യം എനിക്ക് അറിയില്ല, പക്ഷേ ഇത് പ്രാർത്ഥനയുടെ വിഷയം ആയതുകൊണ്ടാണ് പറയുന്നത്. ഓർപ്പിക്കട്ടെ, 24 മണിക്കൂർ നടത്തപ്പെടുന്ന ഒരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ട് സൂമിൽ. 1 മണിക്കൂർ വെച്ച് 24 മണിക്കൂർ പ്രാർത്ഥനയുണ്ട്. ലോകത്തിലെമ്പാടുമുള്ള ഏജ് സഭകൾ മാത്രമല്ല, സഭ വ്യത്യാസമില്ലാതെ ദൈവദാസ നിയമക്കൾ അതിൽ പങ്കെടുക്കുന്നു. അത് ഓരോ സഭക്കാരും സെക്ഷൻകാരും ഒക്കെ ഏറ്റെടുത്താണ് നടത്തുന്നത്. അതിലൊന്ന് സ്തോത്രം, ഞങ്ങൾ കോഴഞ്ചേരി സെക്ഷനിലായതുകൊണ്ട് സ്തോത്രം, അവിടെ WMCയുടെ വക എല്ലാ ബുധനാഴ്ച 3 മണി തൊട്ട് അവർക്കുണ്ട്. അതുപോലെ എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 6 മുതൽ 7 മണി വരെ സെക്ഷൻ്റെതായ ഒരു സ്ലോട്ട് ഉണ്ട്. അതിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതിൽ പങ്കെടുക്കാറുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. കാരണം പ്രാർത്ഥനാ വിഷയങ്ങളാണ്. പിന്നെ വചനധ്യാനമുണ്ട്, പാട്ടുമുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. 1 മണിക്കൂറിൽ എല്ലാ കാര്യം ചെയ്യുന്നുണ്ട് സ്തോത്രം. അത് വളരെ അനുഗ്രഹമാകുന്നു ദൈവമക്കളെ. അത് ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും. സാവകാശം ലഭിച്ചാൽ ലിങ്ക് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പാസ്റ്ററിന് കൊടുക്കാം. സ്തോത്രം, നിങ്ങളുടെ സെക്ഷൻ ഏതാണെന്ന് എനിക്കറിയില്ല. സെക്ഷനിൽ അത് പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടാവും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതായത് അല്പസമയമെങ്കിലും, ഒത്തിരി സമയം നമുക്ക് എപ്പോഴും ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ സമയം കിട്ടില്ല. കാരണം സമയമാകെ 1 മണിക്കൂറുള്ളൂ. തിരക്ക് പിടിച്ചാണ് വിഷയങ്ങൾ പറയുന്നത്. രാജ്യങ്ങളുടെ വിഷയമുണ്ട്, നമ്മുടെ സംസ്ഥാനങ്ങളുടെ വിഷയമുണ്ട്, ദൈവമക്കളുടെ വിഷയമുണ്ട്, സഭകളുടെ വിഷയമുണ്ട്, പീഡ അനുഭവിക്കുന്നവരുടെ വിഷയമുണ്ട്, പലതുണ്ട്. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ എന്ന് തോന്നുന്നു, അതിൻ്റെ ഒരു നേതൃത്വം നിൽക്കുന്ന ജോമോൻ കുറുവിള എന്ന് പറയുന്ന ദേവദാസനാണ്. അവർ ടീമായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു യാത്ര നടത്തി പല ഏരിയ സഭകളിൽ മീറ്റിംഗ് നടത്തിയായിരുന്നു. അതിൻ്റെ ഒന്ന് നെല്ലാട് വെച്ചായിരുന്നു 2 ആഴ്ച മുമ്പ്. എനിക്ക് പോകാൻ സാധിച്ചില്ല, പക്ഷേ അവിടെ നെല്ലാട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് ഈ ഭാഗത്ത് എങ്ങോട്ട് ഉണ്ടായിരുന്നോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അപ്പോൾ അവർ അങ്ങനെ ആ കാര്യം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല അറിവുള്ളവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതിലൊന്ന് ഞാനാണ്. പേരില്ല, നാണില്ല, എന്നെ ഓർക്കും വേണ്ട. പക്ഷേ ഈ ഒരു സംഭവം നമ്മൾ ഒന്നായാലും നമ്മൾ ഏജിക്കാരാണല്ലോ സ്തോത്രം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നും കൂടി ഓർപ്പിക്കട്ടെ. കർത്താവ് ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും ശാരീരമായും ദൈവസഭയും ദൈവദാസയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ സ്തോത്രം. എൻ്റെ പേര് രാകേഷ്. ഹൈന്ദവ വിശ്വാസമല്ല, രാകേഷ് ഹൈന്ദവ പേരാണെങ്കിലും കോഴിക്കോട് ജനിച്ചുകൊണ്ട് അമ്മ കോഴിക്കോടുകാരിയായതുകൊണ്ട് അങ്ങനെ ഒരു പേര് വന്നെന്നുള്ളൂ. ഒരു CSI ഓർത്തഡോക്സ് വിശ്വാസമാണ് ഞങ്ങൾ വന്നത്. 33 വർഷം മുമ്പേ കർത്താവിൻ്റെ കൃപയാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനും സ്തോത്രം സ്ഥാനപ്പെടുവാനും കർത്താവിനെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനും 21 വർഷമായി വിവാഹം നടന്ന് 21 വർഷമായിട്ട് ഞങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. എൻ്റെ ഭാര്യയുടെ പേര് ശോശാമ, തിരുവില്ലക്കാരിയാണ്. എൻ്റെ നാട് ആലുവിലാകുന്നു. ഈ ഒരു 10 മാസമായിട്ട് ഞങ്ങൾ ഇവിടെ തെക്കമ്മിൽ താമസിക്കുകയാണ് സ്തോത്രം. ഞാൻ ഇംഗ്ലീഷ് ബൈബിളൊക്കെ കൊണ്ടുവന്ന് ക്ഷമിക്കണം. അതുകൊണ്ട് 1-2 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ച് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ സഹോദരിമാരെ ദൈവത്തിന് ആത്മാവ് ബലപ്പെടുത്തി ഓർത്ത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. നിങ്ങളോട് ചേർന്ന് എനിക്ക് ഈ സഭയുടെ വിഷയമൊന്നും അറിയവും വേണ്ട, പക്ഷേ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവ് എന്നെ സഹായിച്ചോത്ത്. ഞങ്ങൾ അങ്ങനെ കർത്താവ് അയക്കുന്നത്. സഭയെ അറിയേണ്ട, ആളും അറിയേണ്ട, പക്ഷേ ആ സഭയിൽ ചെന്ന് പ്രാർത്ഥിപ്പാൻ മാത്രം സൃഷ്ടിക്കാൻ സമയം ലഭിച്ചില്ലെങ്കിൽ സാരമില്ല. അത് ഒരു വാക്ക് അവിടെ ഇരുന്ന് അല്പസമയം ഇരുന്ന് ആ ആത്മാവ്, ഏകാത്മാവാണ് നമ്മൾ പ്രാപിച്ചത്. ആ ഏകാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കും സ്തോത്രം അത് ദൈവസഭയെ വഹിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവ് ആ ഒരു ദൗത്യം ഏൽപ്പിച്ചത്. അത് കഴിഞ്ഞ നാളുകൾ ചെയ്യുവാൻ ദൈവാത്മാ ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്യം വായിക്കാം സ്തോത്രം. ലേവി പുസ്തകം 25-ാം അധ്യായം 38-ാം വാക്യം. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 38-ാം വാക്യം. ദൈവം പറയാണ്, ഞാൻ നിങ്ങൾക്ക് ചിലർക്ക് തരുന്ന ആണല്ലോ. ഇന്ന് വരെയും കർത്താവ് തന്നു, ആരോഗ്യം തന്നു, ആയുസ് തന്നു, സകലവും കർത്താവിൻ്റെ നന്മയാണ്. മൈക്കില്ലാതെ പറഞ്ഞാൽ കേൾക്കണ്ട. ചുമയുടെ ചില പ്രയാസം എന്നാൽ അവൻ സകലം നമുക്ക് തന്നു. സകലവും അപ്പനായ പിതാവായ ദൈവം തൻ്റെ സ്വപുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി എന്നെ പുത്രനാക്കുവാനും നമ്മളെ പുത്രിമാരാക്കുവാനും സ്വന്തം പുത്രനെ ആദരിക്കാത്തവൻ സ്വന്തം പുത്രനെ തന്നു. വചനം പറയും, പുത്രനോ ഗലാത്യയിലേക്ക് നമ്മുടെ പൗലോസ് പറയണം, പുത്രനായ യേശു അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു തന്നു. സ്തോത്രം. അവർ രണ്ടുപേരും പരിശുദ്ധാത്മാവിനെ തന്നു. പോരാ, നമുക്ക് ഓരോ ദിവസം ആയുസ്സും ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. വചനം പറയും പോലെ അത് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം അവൻ തന്നുകൊണ്ടിരിക്കുകയാണ്.
സ്തോത്രം. സ്വർഗം തന്നെ ദൈവം സ്വർഗത്തിലല്ല ശരിക്കും. സ്വർഗം അവൻ്റെ ഉള്ളിലാണ്. ദൈവം സ്വർഗത്തിൽ നമ്മൾ പറഞ്ഞാലും സ്വർഗത്തിലല്ല ദൈവം. സ്വർഗത്തിൽ വസിക്കുന്നു, അത് എവിടെയാണെന്ന് അറിയില്ല. പക്ഷേ ഒരു ചിന്തകൾ പറയുന്നത് ദൈവം ഇങ്ങനെ പിടിച്ച സ്വർഗത്തിന് പുറത്താണ് ദൈവം, അല്ലെങ്കിൽ സ്വർഗം ദൈവത്തിന് ഉള്ളില്ല. എവിടെയും ആയിക്കോട്ടെ സ്വർഗം, അവിടെ പോകുമ്പോൾ നമുക്ക് കാണാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ സർവ്വശ ദൈവം പറയാണ് പക്ഷെ അതിലും വലിയ കാര്യമാണ്, ഞാൻ വസിക്കുന്ന ഇടം സ്വർഗമായാലും എവിടെയായാലും ദൈവം എവിടെയുണ്ടോ അവിടെ നമ്മെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ പദ്ധതിയെല്ലാം ചെയ്തിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിന് വെളിപ്പാട് ദിവസം 3:20-21 കഥാ പറയാണ്, ജയിക്കുന്ന ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ കൂടിയിരിപ്പാൻ ഞാൻ വരം നൽകും. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അപ്പൊ വേറെ പുറത്തല്ല ഇരുത്താൻ പോകുന്നത്, വേറെ മാറ്റി നിർത്താനല്ല, പിന്നെ ആ കൂടെ ഒരേ സിംഹാസനത്തിൽ. അപ്പോൾ ആ സിംഹാസനത്തിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് നമ്മുടെ ഭാഷിക ചിന്തയിൽ ഒരിക്കലും പോലും ചിന്തിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെയുള്ള ഇപ്പോൾ AGയുടെ സ്വതം TDSM സാർ ആണെങ്കിൽ സാറിൻ്റെ കൂടെ നമ്മൾ ഇരുത്താൻ പറ്റില്ല. സ്വതം സാറ് ഇരുത്തൂല്ല, അങ്ങനെ പ്രമാണമില്ല. ഇന്ത്യൻ പ്രസിഡന്റ് കൂടെ ഇരുത്താൻ അവകാശമില്ല, ഇരുത്തൂല്ല. പക്ഷെ സർവശക്ത ദൈവം പറയാണ്, അത് നീചരായ പാപികളാ നിങ്ങളെ ഞാൻ സ്നേഹിച്ച് എൻ്റെ പുത്രന്മാരാക്കിയിട്ട് ഞാൻ ഇരുത്താൻ പോകുന്നത് എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ. സ്തോത്രം. അതെന്നെ ഏറ്റവും വലിയ സന്തോഷിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്താൻ കാരണമാകുന്നു. ഇവിടെ ദൈവം അതേ സ്വന്തം മോശ മുഖാന്തരം ദൈവജനത്തെ ദൈവത്തിന് ആത്മാവ് ഓർപ്പിക്കുന്ന, യഹോവയായ ദൈവം ഓർപ്പിക്കുന്ന കാര്യം, ഞാൻ നിങ്ങൾക്ക് കനാൻ ദേശം തരും. അത് ജാതികളുടെ ദേശമാണ്, ജാതി ആരാധന നടന്ന സ്ഥലമാണ്. പക്ഷെ ഞാൻ അവരെ നീക്കി ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ തരുമ്പോഴോ അവിടെ ഞാൻ തന്നെ ദൈവമായിരിക്കും. കാരണം ഇവർ 430 വർഷമായിട്ട് ഈ അനാചാരങ്ങൾ കണ്ട്, മിസ്രൈമിലെ അനാചാരങ്ങളും പല ക്ഷുദ്ര ശക്തികളും അതേ ആഭിചാര ശക്തിയിൽ കണ്ട് ഭയപ്പെട്ടവരും ഇതിൽ ആശ്രയിച്ചവരാകുന്നു ഇസ്രായേൽ മക്കൾ. സ്തോത്രം. ദൈവം പറയാൻ, ഞാൻ നിങ്ങൾക്ക് കനാൻ തരുമ്പോൾ അവിടെയുള്ള ജാതികളെല്ലാം ഞാൻ മാറ്റി ഞാൻ നിങ്ങൾക്ക് കനാൻ ദേശം തരും. അതെല്ലാം ഇടിച്ചു കളയണം. ഏത് മാത്രം നിങ്ങളുടെ മനസ്സിലുള്ള മിസ്രൈമിന്റെ ദേവന്മാരെ കുറിച്ചുള്ള ശക്തികളുടെ ആ ശക്തിയും നിങ്ങൾ മറക്കണം. സ്തോത്രം. അവർക്ക് ശക്തി ഉണ്ടെന്ന് ഒരിക്കലും പറയരുത്. പിന്നെയോ അവിടുന്ന് വിടുവിച്ച ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു, അതാ നിങ്ങൾ പറയേണ്ടത്. അയ്യോ ആ ദൈവത്തിന് ശക്തിയുണ്ട്, അല്ലെങ്കിൽ ആ ജാതിയുടെ ആ ദൈവമാർക്ക് ശക്തിയുണ്ടെന്നല്ല പറയേണ്ടത്. പിന്നെയോ ഞങ്ങളെ ഒരിക്കൽ വിടുവിച്ചവൻ ഇന്നും വിടുവിപ്പാൻ അവൻ ശക്തനാകുന്നു. വീഴാതെ നമ്മളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കം ഇല്ലാത്തവരായി ആനത്തോട് നിർത്തുവാൻ കഴിവും ബലവും ശക്തിയുള്ള കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വെള്ളിയാഴ്ചകളൊക്കെ പോകുമ്പോൾ അറിയാം, ഇപ്പോൾ ഈ സമയങ്ങളൊക്കെ അല്ല, ഈ സമയം ചില നാളുകളായിട്ട് ഏത് സഭ പോയാലും സ്വതം പ്രായമുള്ളവർ മാത്രമേ ഉള്ളൂ. ഒരു സോറി മാത്രം അല്പം ഒരു പ്രായം കുറവുള്ള ആൾ, ബാക്കിയെല്ലാം പ്രായമുള്ള ആൾക്കാരാണ്. സ്തോത്രം. കാരണം വേറെ ചെറുപ്പക്കാരെല്ലാം ജോലിക്ക് പോയി, ഗൾഫിൽ പോയി, അമേരിക്കയിൽ പോയി, അയർലൻഡിൽ പോയി, അവിടെയും പോയി, ഇവിടെയും പോയി. ഇവിടെ ഇപ്പോൾ സഭകളിൽ ആൾ ഇല്ലാതായി. അതുകൊണ്ട് ഞാൻ കുറച്ച് നാളായിട്ട് ഒരു 10 വർഷം കർത്താവ് പറയുന്ന കാര്യം, കർത്താവ് വെള്ളിയാഴ്ച പോകുമ്പോൾ സഭയോടായിട്ടുള്ള ദൂത് എന്നെ അറിയിക്കില്ലെന്ന് പറയും. കാരണം സഭയ്ക്കുള്ള ദൂതിനകത്ത് ചെറുപ്പക്കാരുണ്ട്, മറ്റുള്ള ആൾക്കാരുണ്ട്, ആരോഗ്യമുള്ളവരുണ്ട്. അത് ഇടയ്ക്ക് ഇവിടെ വന്ന് പ്രായമുള്ളവർ ആരോഗ്യം ഇല്ലാത്തവരടുത്ത് ആരോഗ്യമുള്ളവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവർ ഓടുന്ന പോലെ നിങ്ങൾക്ക് ഓടാൻ ഇപ്പോൾ പറ്റില്ല. നിങ്ങൾ ഓടിയൊരു കാലമുണ്ട്, നിങ്ങൾ ഓടിക്കുമാറാക്കിയൊരു കാലമുണ്ട്. പക്ഷെ ഇന്ന് ഓടാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ പറ്റും. ഉപവാസം ഇല്ലെങ്കിൽ ഞാനതും കൂട്ടിച്ചേർക്കാം. ഉപവാസം പറ്റില്ല, കാരണം ഷുഗറും പ്രഷറും പരിപാടികളിലുണ്ട്. ഉപവാസം പറ്റില്ല. പക്ഷെ ഭാരപ്പെടേണ്ട. ഞാൻ ചെയ്തൊരു കാലം, ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചൊരു കാലമുണ്ട്. അതോർത്ത് സന്തോഷിക്കണം. ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ, ആ പ്രാർത്ഥന മക്കളെയും കൊച്ചുമക്കളെയും ശക്തമായി അത് പഠിപ്പിക്കുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. വെറും നിങ്ങൾ ചെയ്യല്ല, ശക്തമായി പഠിപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവം പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരും. അതിൽ ആവർത്തന പുസ്തകം 1:32 വാക്യം മാത്രം വായിച്ച്. ആവർത്തനം 1:32. മതി ആൻറ്റി. അവിടെ ഇപ്പോൾ ദൈവം പറയാം, ഞാൻ നിങ്ങൾക്ക് സ്ഥലം അന്വേഷിപ്പാൻ, പാടം ഇറങ്ങാൻ സ്ഥലം ഞാൻ അന്വേഷിച്ചു തരും. എത്ര ആൾക്കാർക്ക്? 1-2 വീട്ടുകാരല്ല, 30 ലക്ഷം ജനം. 30 ലക്ഷം ജനം.
ഈ എലന്തൂർ മതിയാവുമെന്ന് എനിക്കറിയില്ല. ഈ എലന്തൂർന്ന് മാറി പിന്നെ അടുത്ത പാള എവിടെയാ? പത്തനംതിട്ട. ഇത്രയും സ്ഥലം അവിടെ വേണം. എത്രയോ പഞ്ചായത്തുള്ള 30 ലക്ഷം ജനം. ദൈവം പറയാണ് 30 ലക്ഷം ജനത്തെ 40 വർഷം ഞാൻ നിങ്ങളെ അതേ സ്തോത്രം നിങ്ങളെ ഞാൻ നടത്തി. എങ്ങനെ? പാളയം അടിക്കുവാനുള്ള സ്ഥലം ഞാൻ നിങ്ങൾക്ക് അന്വേഷിച്ച് തരും. മക്കളുടെ സ്കൂൾ എവിടെയാണോ, കോളേജ് ഏതാണോ, ജോലി സ്ഥലം എവിടെയാണോ, ഏത് രാജ്യത്ത് പോകണമെന്നോ, വീട് എവിടെ വെക്കണമെന്നോ എല്ലാം അവനോടാണ് ചോദിക്കേണ്ടത്. അവൻ അന്വേഷിച്ച് തരുവാൻ കൂടെയുണ്ട്. അപ്പനായി കൂടെയുണ്ട്. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഞാൻ നിങ്ങൾക്ക് അന്വേഷിച്ച് തരും. രണ്ടാമത് പറയാണ്, നിങ്ങൾ പോകേണ്ട യാത്ര, ആ പോകേണ്ട വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ മധ്യമുണ്ട്. വേറെടുത്തപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിട്ടേച്ച് പോകുന്ന ദൈവമല്ല. കഷ്ടങ്ങൾ വരുമ്പോൾ, ഭാരം വരുമ്പോൾ ദൈവം കർത്താവ് ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാൽ ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കാരണം എന്താണ്? സ്വർഗത്തിൽ അത് അവനോട് കൂടെ വസിക്കുമ്പോൾ മരണമില്ല, രോഗമില്ല, ദുഃഖമില്ല, കണ്ണുനീര് പോലും ഇല്ല. അല്ല, പ്രാർത്ഥന പോലും അവിടെ വേണ്ട. അതുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുന്ന അതേ 50 വർഷം 60 80 വർഷങ്ങൾ അതേ പ്രാർത്ഥിച്ച് അതേ മുന്നേറുവാൻ സ്തോത്രം കഴിക്കാൻ പറ്റുന്ന സകല പ്രാർത്ഥനകളും തീർത്തിട്ട് വേണം അവിടെ പോകുവാൻ. കാരണം അവിടെ ഇനി പ്രാർത്ഥിക്കേണ്ട വിഷയമില്ല. ഇവിടെയുള്ള പ്രാർത്ഥന വിഷയം അവിടെ ചെന്ന എന്തിനാ പ്രാർത്ഥന വിഷയം? വീട് വേണ്ട, കൂട് വേണ്ട, മക്കളില്ല, ഭാര്യയില്ല, സഭയില്ല, ഒന്നുമില്ല. സ്വസ്ഥം. ഇവിടെ കഴിക്കാൻ പറ്റിയ എല്ലാ പ്രാർത്ഥനയും കഴിച്ചു പോകാൻ വേണ്ടി കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നു. പറയാം, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിങ്ങൾക്ക് അന്വേഷിച്ച് തരും. ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ച് തരും. പക്ഷെ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കാൻ. അതിനുവേണ്ടിയാണ് ഈ 66 ദിവസം കൽപ്പനകൾ തന്ന് യേശു താൻ തന്നെ പറയും, എൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവ അല്ല, അത് നുകമല്ല. നുകമാണ്, പക്ഷെ ഭാരമല്ല. ആ നുകം വെച്ച് നിങ്ങൾ നടന്നാൽ, ജീവിച്ചാൽ നിങ്ങൾക്ക് എത്തേണ്ട അടുത്ത് അതേ എത്തുവാൻ സാധിക്കും. നിങ്ങൾ ആ ശുഭഭാവി നിങ്ങൾ കാണും. നിങ്ങൾ ആ ശുഭമായ തുറമുഖത്ത് നിങ്ങൾ എത്തിച്ചേരും. അതിനുവേണ്ടി എന്താണ്? അല്പഭാരം വേണം. പക്ഷേ മാനുഷ്യമായി നോക്കുമ്പോൾ അത് ഭാരമാണെങ്കിലും അതേ പ്രാർത്ഥിച്ച് ആത്മശക്തിയാൽ നാം അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ അത് ജയോത്സവമായി നടത്തുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി സകലവും അതേ തരുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ദിവസം അതേ പ്രാർത്ഥനാപൂർവ്വം മുന്നേറുവാനും അത് ആത്മശക്തിയിൽ ആ ശുഭഭാവി കണ്ട് ഹല്ലേലൂയ സ്വതം ജയോത്സവമായി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവാത്മാവ് വരുന്ന നാളുകൾ നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. സമയം നൽകിയ ദേവദാസനോടും സഭയോടും നന്ദി അറിയിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. അന്നാളിലാവൻ നോടു ചൊല്ലി